ഹലോ നമസ്കാരം, എല്ലാവർക്കും ഫിലിമി മലയാളിയിലോട്ട് സ്വാഗതം. ഈ വരുന്ന വാലന്റൈൻസ് ഡേക്ക് സ്പെഷ്യലായിട്ട് ഒരു മൂവി കൊണ്ടുവരണം ഞാൻ ആഗ്രഹിച്ചു. അതിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ള മൂവിയാണ് 2014 പുറത്തിറങ്ങിയിട്ടുള്ള ദ ബെസ്റ്റ് ഓഫ് മീ. കഥ തുടങ്ങുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഇതിൽ ഓരോ കഥാപാത്രങ്ങളും നമ്മൾ ഓരോരുത്തരാണ് ചിന്തിച്ചിട്ട് വേണം ഈ സിനിമയിലേക്ക് കടക്കാനായിട്ട്. സിനിമയുടെ തുടക്കത്തിൽ ഡോസൻ, ഇവനാണ് നമ്മുടെ ഹീറോ. അവൻ അവൻ്റെ ഫ്രണ്ട് ബോബിയുടെ കൂടെ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്നതാ കാണിക്കുന്നത്. ബോബിയും ഡോസനും നല്ല ചങ്ക് കൂട്ടുകാരാണ്. ബോബിയുടെ ഗേൾ ഫ്രണ്ട് ഏപ്രിൽ ഈ റെസ്റ്റോറൻറ്റിലാണ് ജോലി ചെയ്യുന്നത്. ഡോസൻ, നോക്കടാ, ഞാൻ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്, നീ എന്താടാ ഈ നേരത്തെ കിനാവ് കണ്ടുകൊണ്ടിരിക്കാനോ? ശരിക്കും ഡോസൻ അവിടെ നിൽക്കുന്ന ഒരു പെണ്ണിനെയാണ് കൺമിഴി ചിമ്മാതെ നോക്കിയിരിക്കുന്നത്. അവളുടെ പേര് അമാൻഡ. ഡോസൻ ഇതുവരെയും അമാൻഡയോട് സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അവളോട് സംസാരിക്കണം, അവളുടെ കൂടെ കുറച്ച് നേരം ഇരിക്കണം എന്നൊക്കെ ഇവന് ഭയങ്കര ആശയമുണ്ട്. ഇപ്പോൾ ബോബിയും ഏപ്രിലും ഒരു കാറിൽ പോകുന്നുണ്ട്. പിന്നാലെ ഡോസനും മറ്റൊരു വണ്ടിയിൽ ഇവരെ ഫോളോ ചെയ്ത് പോകാം. പക്ഷെ അതേ നേരം നമ്മുടെ ബോബിയുടെ കാറിന് ചെറിയൊരു കംപ്ലൈൻറ്റ്. ഉടനെ ഡോസൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന്, നീ സ്റ്റാർട്ട് ചെയ്ത് നോക്ക്, ഞങ്ങൾ തള്ളാമെന്നും പറഞ്ഞ് ഇവർ രണ്ടാളും വണ്ടി തള്ളാൻ നോക്കും. അതേ നേരം പുറകിൽ വന്ന മറ്റൊരു വാഹനത്തിലുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് ഹോണടിക്കും. ആ കാറിൽ നമ്മുടെ അമാൻഡയും അവളുടെ ടീംസാണുള്ളത്. അവരുടെ ഹോണടി കേട്ട് ടെൻഷനായ ഡോസൻ അവരുടെ അടുത്തേക്ക് ചെല്ലും. ഈ കാറിൽ നിന്ന് ഹോണടിക്കുന്ന നേരം ഇറങ്ങി വന്ന് ഞങ്ങളുടെ കൂടെ കാർ തള്ളാൻ സഹായിച്ചാൽ അത് ഞങ്ങൾക്കൊരു ഉപകാരമാകും. നമുക്ക് രണ്ടു കൂട്ടർക്കും വേഗം ഇവിടുന്ന് പോകുകയും ചെയ്യാം. ഇത് കേട്ട് അവർ അവനെ കളിയാക്കും. അതോടെ ഡോസൻ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടക്കും. അവൻ്റെ ആ നടത്തം കണ്ട് സങ്കടം തോന്നിയ അമാൻഡ വേറെ ആരെയും നോക്കിയില്ല, വേഗം കാറിൽ നിന്നിറങ്ങി അവരെ ഹെൽപ്പ് ചെയ്യാൻ പോകും. അങ്ങനെ ഡോസനും അമാൻഡയും ബോബിയും ചേർന്ന് വണ്ടി തള്ളി നീക്കും. സോറിഡാ, സോറി, എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ ബിഹേവ് ചെയ്തതന്നെ സോറി, ഒന്നും മനസ്സിൽ വിചാരിക്കരുത്. അങ്ങനെ ഒരു വണ്ടി ഉന്തി നീക്കി ഒരു ഓരത്ത് നിർത്തി. അതേ നേരം പിന്നാലെ വണ്ടിയിൽ വന്ന ഹീറോയിൻ്റെ ഫ്രണ്ട്സ്, അമാൻഡ ഹെൽപ്പ് ചെയ്ത് മതിയടി, വാ കയറ്, നീ പോയിക്കോ, അവന്മാരുടെ മുഖം കണ്ടാലേ എനിക്ക് കലിപ്പായിടും. നീ അവന്മാരെ പോലെയല്ല, എന്നെ സഹായിച്ചതിന് താങ്ക് യു സോ മച്ച് ഡി. ഏയ് എന്തിനാ താങ്ക്സ്? ഓ ഡോസൻ തന്നെയല്ലേ? അത് തന്നെയല്ലേ നിൻ്റെ പേര്? ശരി, നമുക്ക് ഇനി ഒരിക്കൽ കാണാം, ബായ്. ഡോസൻ അവനൊരു ഇൻട്രോവേർട്ട് ക്യാരക്ടറാണ്. അങ്ങനെ അധികമൊന്നും ആരോട് സംസാരിക്കില്ല, എപ്പോഴും ബുക്ക് വായിച്ചു കൊണ്ടിരിക്കും. അതാണ് അവന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഒരിക്കൽ അവൻ ബുക്ക് വായിച്ച് നടന്നു വരുമ്പോൾ അമാൻഡയെ കാണും. അമാൻഡയുടെ കാറിന് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. അവൾ മൊത്തത്തിൽ ബോണറ്റൊക്കെ തുറന്ന് കാർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എന്താ മാഡം, എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഏയ് ഡോസൻ, എന്താണെന്നറിയില്ലടാ, കാറ് സ്റ്റാർട്ടാകുന്നില്ല. എനിക്ക് എന്താ പ്രോബ്ലം എന്നൊന്നും മനസ്സിലാകുന്നില്ല. നിനക്കറിയുമെങ്കിൽ ഒന്ന് നോക്കൂ. എനിക്ക് ചെറുതായിട്ട് കാറ് നന്നാക്കാൻ അറിയാം. അങ്ങനെ ഡോസൻ ചെക്ക് ചെയ്ത് കണക്ഷൻ വിട്ട വയറെല്ലാം സെറ്റാക്കി. അമാൻഡ, ഇനി നീ ഒന്ന് പോയി കാറ് സ്റ്റാർട്ടാക്കിയേ. അവളും അവൻ പറഞ്ഞ പോലെ കാറ് സ്റ്റാർട്ടാക്കി നോക്കി. അത് സ്റ്റാർട്ടായത് കണ്ട് അവൾക്ക് ശരിക്കും ഭയങ്കര സന്തോഷമായി. വാവ്, സൂപ്പർഡാ, താങ്ക് യു സോ മച്ച്. നീ എന്തായാലും ശരിക്കും നല്ല കഴിവുള്ള ആളാ. ആ ഡോസൻ, നെക്സ്റ്റ് സാറ്റർഡേ നമുക്ക് മീറ്റ് ചെയ്താലോ? ശരി, ഓക്കെ. ശേഷം അമാൻ്റെ കാർ എടുത്ത് അവിടുന്ന് പോകും. അവിടെ സീൻ കട്ട് ചെയ്താൽ ഇപ്പോൾ ഹീറോ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മാൻ്റെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് ആലോചിച്ച് ഭയങ്കരമായിട്ട് സന്തോഷിക്കും. അങ്ങനെ ആ സന്തോഷത്തിൽ അവൻ അവൻ്റെ വീട്ടിൽ കയറി ചെല്ലും. അവൻ്റെ വീടിനെ പറ്റി പറയുകയാണെങ്കിൽ അവന് അമ്മയില്ല. അപ്പനാണെങ്കിൽ ഭയങ്കര മോശം പിടിച്ച ആളാണ്. ഡോസിൻ്റെ അപ്പനും അയാളുടെ ഫ്രണ്ട്സും ചേർന്ന് നിറയെ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അതൊന്നും ഡോസിന് ഇഷ്ടമല്ല, അവൻ്റെ അപ്പനെ തന്നെ അവന് ഇഷ്ടമല്ല. ഇപ്പോൾ ഡോസൻ സ്ട്രെയിറ്റ് അവൻ്റെ മുറിയിലേക്ക് പോകുമ്പോൾ, ഡോസൻ ഡാ, നിനക്ക് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് കാണുവാനില്ലേ? ഒരു ഹലോ ഹായ് പറയാതെ പോകുന്നത്. സോറി, ഹലോ, എനിക്ക് കുറച്ച് ഹോംവർക്ക് ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഞാൻ റൂമിലേക്ക് പോകാം, അത് കഴിഞ്ഞിട്ട് വരാം. ഓ പിന്നെ, ഹോംവർക്കൊക്കെ ചെയ്ത് നീ പഠിച്ച കളക്ടറാകാനല്ലേ പോകുന്നത്? ദേ, ഈ കാർ കീ പിടിക്ക്, പുറത്ത് കാറ് നിർത്തിയിട്ടുണ്ട്, അത് റിപ്പയർ ചെയ്ത് നാളെ കൊടുക്കണം. നീയും ഞങ്ങളുടെ കൂടെ വരണം. നാളെയാണ് സാറ്റർഡേ, അമാൻഡയെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ ഡേ. ഇല്ല, നാളെ എനിക്ക് വരാൻ പറ്റില്ല എന്ന് ഹീറോ പറയും. ഇത് കേട്ട് ടെൻഷനായ ഡോസിൻ്റെ അപ്പൻ, ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ഞാൻ പറയുന്നതൊന്നും നിനക്ക് കേൾക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവനൊന്ന് കൊടുക്കും. പക്ഷെ അപ്പോഴും ഡോസൻ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയും. അതോടെ അവൻ്റെ അപ്പൻ അവനെ ചറ പറന്നടിക്കും. ഇതോടെ ദേഷ്യം വന്ന ഹീറോ, ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല എന്നും പറഞ്ഞ് അവൻ്റെ എല്ലാ സാധനങ്ങളും പെറുക്കിയെടുത്ത് അവിടുന്ന് പോകും. സമയം ഇരുട്ടി, മഴ പെയ്യാൻ ആരംഭിച്ചു. എവിടെ പോകണം, എന്ത് ചെയ്യണമെന്ന് അവനറിയില്ല. അങ്ങനെ ഇരിക്കെ അടുത്തൊരു വീട് കാണും. അതിൻ്റെ തൊട്ടടുത്ത് ഒരു ഷെഡുണ്ട്. ഉടനെ അവൻ ആ ഷെഡിൻ്റെ വിൻഡോ വഴി അകത്ത് കയറി അവിടെ ഉണ്ടായിരുന്ന കാറിൽ കയറി ഇരുന്നുറങ്ങും. അടുത്ത ദിവസം അതിൻ്റെ ഓണർ ഡോർ തുറന്നു വരുമ്പോൾ ഹീറോ അവിടെ കിടന്നുറങ്ങുന്നത് കാണും. അയാളുടെ കയ്യിൽ തോക്ക് ചൂണ്ടി, എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും മോശപ്പെട്ട കാറ് കളൻ നീയാ. എന്താ, ടയേർഡായതിനാൽ നല്ല പോലെ ഉറങ്ങിയോ? അയ്യോ, ഞാൻ കാറ് മോഷ്ടിക്കാൻ വന്നതല്ല, മഴ പെയ്തതുകൊണ്ട് ഉള്ളിൽ വന്ന് കിടന്നുറങ്ങിയതാ.
ഇപ്പോൾ ഡോസന് താമസിക്കാൻ സ്ഥലമില്ലെന്ന് മനസ്സിലാക്കിയ അയാൾ അവനോട് ആ ഷെഡിൽ തങ്ങിക്കൊള്ളാൻ പറയും. ഇയാളുടെ പേര് ടക്ക്. അയാളുടെ ഗാരേജിലാണ് ഇനി ഡോസൻ താമസിക്കാൻ പോകുന്നത്. അയാളും ഈ പറഞ്ഞ പോലെ കാറ് ശരിയാക്കുന്ന ആളാ. ഡോസൻ ആ ഗാരേജിലാണ് ഇപ്പോൾ താമസിക്കുന്നത് എന്ന കാര്യം ബോബിക്ക് മാത്രമേ അറിയുള്ളൂ. ഇന്നേ ദിവസം ഡോസന് വേണ്ടി അമാൻഡ റെസ്റ്റോറൻറ്റിൽ വെയിറ്റ് ചെയ്തിരിക്കുക. കുറേ നേരം കഴിഞ്ഞിട്ടും അവനെ കാണാതായതോടെ അമാൻഡ നേരെ ബോബിയുടെ അടുത്ത് പോയി ഡോസൻ എവിടെയാണെന്ന് കേൾക്കും. അങ്ങനെ അമാൻഡ ബോബി പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലും. ഡോസൻ, എന്താണ് നീ വരാതിരുന്നത്? എത്ര നേരം ഞാൻ നിനക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തെന്നറിയോ? ഒരുമിച്ച് ഐസ്ക്രീം കഴിക്കാം, കുറേ നേരം സംസാരിക്കാമെന്നൊക്കെ വിചാരിച്ചു. നോക്കാം അമാൻഡ, എനിക്ക് കുറച്ച് മനസ്സമാധാനം തായോ പ്ലീസ്. ഇപ്പം എന്നെ നീ വിട്ടേക്ക്. എന്താ നീ പറഞ്ഞേ? നിനക്ക് സമാധാനം തരാനോ? നിനക്ക് എന്താ പറ്റിയേ? എന്താ നിന്റെ പ്രശ്നം? സോറി ഡി, ഞാനിപ്പോൾ കുറച്ച് ബിസിയാ. നമുക്ക് പിന്നീട് ഒരിക്കൽ സംസാരിക്കാം. എനിക്കൊരു കുന്തവും കേൾക്കണ്ട. നീ ഇപ്പം എൻ്റെ കൂടെ വന്നേ പറ്റൂ. ഇപ്പോഴാണ് ശരിക്കും ഡോസൻ്റെ മുഖം കാണിക്കുന്നത്. അതായത് അപ്പൻ്റെ കയ്യിൽ നിന്നും അടി കിട്ടി കണ്ണിന് ചുറ്റും നല്ല പോലെ വീങ്ങിയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. ഈ മുഖം വെച്ച് നിന്നെ ഫേസ് ചെയ്യാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതും വെച്ച് എങ്ങനെ ഞാൻ പബ്ലിക്കിലേക്ക് ഇറങ്ങേണ്ടത്? അതാ. ഇറ്റ്സ് ഓക്കെ ഡോസൻ, ആരും വരാതെ നമ്മൾ മാത്രമുള്ള ഒരിടത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോ ഡോസൻ പ്ലീസ്. അങ്ങനെ ഡോസൻ എപ്പോഴും പോയി ഇരിക്കാറുള്ള അവൻ്റെ ഫേവറേറ്റ് പ്ലേസായ ആ വാട്ടർ ടാങ്കിൻ്റെ മേലേക്ക് അവളെയും കൂട്ടി അവൻ പോകും. അവിടെ ഇരുന്ന് ഐസ്ക്രീം കഴിച്ച് ആകാശത്തുള്ള നക്ഷത്രങ്ങൾ നോക്കി അവരുടെ സ്വപ്നങ്ങൾ പങ്കുവെക്കാൻ തുടങ്ങി. ശേഷം രണ്ടുപേരും ആ രാത്രിയിൽ റോഡിലൂടെ നടന്നു വരുമ്പോൾ ഡോസൻ ഒരു റോസാപ്പൂവ് ഹീറോയിന് നേരെ നീട്ടും. അവൾ ഹാപ്പിയായി. അമാൻഡയ്ക്ക് ഡോസൻ എന്ന് പറഞ്ഞാൽ ജീവനാണ്. അത്രയധികം അവൾ അവനെ ഇഷ്ടപ്പെടുന്നുണ്ട്. തിരിച്ച് ഡോസന് അമാൻഡയെ ഒത്തിരി 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 ഇഷ്ടമാണ്. അടുത്ത ദിവസം ടക്കിൻ്റെ ഗാരേജിലുള്ള കാറ് റെഡിയാക്കിക്കൊണ്ടിരിക്കുക ഡോസൻ. അമാൻഡ ഡോസനെ കാണാനുള്ള കൊതി കൊണ്ട് അവിടെ എത്തിയിട്ടുണ്ട്. ഡോസൻ, നീ കാറെല്ലാം സൂപ്പറായിട്ട് റെഡിയാക്കുന്നുണ്ട്. പക്ഷെ നിന്റെ കൈ നോക്ക്, ഭയങ്കര അഴുക്കാ. ദയവ് ചെയ്ത് കൈ കഴുകിയിട്ട് വാടാ. കൈ കഴുകി വന്ന് സംസാരിക്കുക. ഓ ഇപ്പോൾ കാണിച്ചു തരാം. ഞാനാണ് മോൺസ്റ്റർ. ഏയ് വേണ്ട, എൻ്റെ ദേഹത്ത് തൊടാതെ. ഇത്രയും പറഞ്ഞ് അവളോടും പിന്നാലെ അവനും. രണ്ടുപേരും നല്ല ജോളിയായിട്ട് ഇരിക്കുന്നത്. ഇതേ സമയം ഡോസൻ്റെ അപ്പൻ അവൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് അവിടേക്കെത്തും. അമാൻഡ, നീ വേഗം ഇവിടെ വിട്ടു പോ, നമുക്ക് പിന്നീട് സംസാരിക്കാം, വേഗം പോ. അങ്ങനെ അവൻ അമാൻഡയെ അവിടുന്ന് പറഞ്ഞയക്കും. അതേസമയം ഡോസൻ്റെ അപ്പനും ടീമും അവിടെ എത്തി. എന്താ ഡോസൻ, എന്താ അവൾക്ക് നീ എന്നെ പരിചയപ്പെടുത്തി കൊടുക്കാതിരുന്നത്? എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അവിടുന്ന് ഇറങ്ങിപ്പോന്നത്. ദയവ് ചെയ്ത് എന്നെ ശല്യം ചെയ്ത് എന്നെ എൻ്റെ പാട്ടിന് വിട്ടേക്ക്. അങ്ങനെയൊന്നും വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം നീ എൻ്റെ അടിമയാ. നീ മര്യാദയ്ക്ക് വീട്ടിലേക്ക് വാ, അതാണ് നിനക്ക് നല്ലത്. ഇല്ല, എനിക്ക് നിങ്ങളോടൊപ്പം വരാൻ താല്പര്യമില്ല. ഇതോടെ ടെൻഷനായ ഡോസൻ്റെ അപ്പൻ അവൻ്റെ പട്ടാന്നടിക്കും. ഇനി ഒരു വട്ടം കൂടി അവൻ്റെ ദേഹത്ത് തൊട്ടാൽ എല്ലാറ്റിനും മേലേക്ക് പറഞ്ഞയക്കും ഞാൻ. അവിടെ വന്ന് ടക്ക് തോക്ക് ചൂണ്ടി പറയും. ഏയ്, അവൻ എൻ്റെ മോനാ. അവനെ ഞാൻ തല്ലും, ചിലപ്പോൾ കൊല്ലും. അതെല്ലാം ചോദിക്കാൻ നീ ആരാ? ധൈര്യം ഉണ്ടെങ്കിൽ വെടിവെക്കടാ. ഇതോടെ ടക്ക് തോക്ക് സ്ട്രെയിറ്റാ പിടിച്ച് വെടിവെക്കും. അത് ഡോസൻ്റെ അപ്പൻ്റെ കാറിൻ്റെ ഗ്ലാസ് തകർക്കും. ഇനിയും ഇവിടെ നിന്നാൽ അടുത്ത വെടി ഞാൻ നിൻ്റെയൊക്കെ നെഞ്ചത്ത് വെക്കും. അത് വേണ്ടെങ്കിൽ ഇപ്പം സ്ഥലം വിട്ടു. ഇത് കേട്ടപാടെ ഡോസൻ്റെ അപ്പനും ടീമും വണ്ടിയെടുത്ത് അവിടുന്ന് പോകും. സർ, ഇനിയും അവർ എന്നെ തേടി ഇവിടെ വരും. അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോയിക്കൊണ്ട്. നീ ഇവിടുന്ന് എവിടേക്കും പോകണ്ട. ഇനി തൊട്ട് നീ ഗാരേജിൽ തങ്ങും വേണ്ട. പകരം എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ താമസിച്ചോ. അങ്ങനെ ടക്കും ഡോസനും ഭയങ്കരമായിട്ട് ക്ലോസ് ആയി. അവിടെ സീൻ കട്ട് ചെയ്താൽ എന്തിനാ ഡോസൻ തന്നെ വേഗം അവിടുന്ന് പറഞ്ഞയച്ചതെന്ന് ആലോചിച്ച് കിടക്കുക അമാൻഡ. അതേ ടൈമിൽ ഡോസൻ അവളുടെ അടുത്തേക്ക് എത്തും. ഡോസൻ, നീ എന്തിവിടെ ഈ മഴയത്ത്? അമാൻഡ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ശരി ഡോസൻ, വാ, നീ അകത്തേക്ക് വാ, മഴ നനയാതെ. അതൊന്നും വേണ്ട അമാൻഡ, ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞോണ്ട്. അങ്ങനെയാണെങ്കിൽ നീ ഒറ്റയ്ക്ക് മഴ നനയണ്ട, ഞാനും വരാമെന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് കിടക്കും. രണ്ടുപേരും ആ രാത്രിയിൽ മഴ നനഞ്ഞ് സംസാരിക്കാൻ ആരംഭിക്കും. അമാൻഡ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. നീ ഇല്ലാത്തൊരു ജീവിതം അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്നെക്കൊണ്ട് എൻ്റെ അപ്പനെ കൊണ്ടും നിനക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. അതാ ഞാൻ നിന്നെ ധൃതിപ്പെട്ട് അന്ന് അവിടുന്ന് പറഞ്ഞയച്ചത്. അതൊന്നും സാരമില്ല ഡോസൻ, എനിക്ക് നിൻ്റെ കൂടെ ജീവിച്ചാൽ മാത്രം മതി. നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം. അമാൻഡ, ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും. എൻ്റെ മരണം വരെയും ഞാൻ നിന്നെ കൈവിടില്ല. അവർ രണ്ടാളും അവരുടെ ജീവിതം സന്തോഷത്തോടെ മുൻപോട്ട് കൊണ്ടുപോയി. അമ്മാൻ്റെ കുക്കിംഗ് പഠിപ്പിച്ച് തരാമെന്നും പറഞ്ഞ് സാധനങ്ങളൊക്കെ മേടിച്ച് പാവം നമ്മുടെ ചെറുക്കനെ കൊണ്ട് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യിപ്പിക്കുക. അങ്ങനെ ഒരു വിധേന ഡിന്നർ റെഡിയാക്കി 3 പേരും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ ആരംഭിക്കും. ടക്കിനെ സംബന്ധിച്ച് അവന് വേറെ ആരുമില്ല. ഇപ്പോൾ ഇവർ രണ്ടാളാണ് ടക്കിൻ്റെ ഫാമിലി. ഡോസനും അമാൻഡയും ചേർന്ന് ഒരുമിച്ച് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ഡോസന് അത്ര ഭംഗിയായിട്ട് ഡാൻസ് കളിക്കാനൊന്നും അറിയില്ല. എന്നിരുന്നാലും ഒരു വിധന അമാൻഡയ്ക്ക് മുൻപിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്. 2 പേരും ഒരുമിച്ച് ഗാർഡൻ ക്ലീൻ ചെയ്യും, ജോളിയായിട്ട് കളിക്കും.
അവർ രണ്ടുപേരും കൂടുതൽ അടുക്കും. ഇപ്പോൾ ഡോസന്റെ ശരീരത്തിൽ അവിടെ ഇവിടെയുള്ള പാടുകൾ കണ്ട് അമാൻഡ അതേപ്പറ്റി അവനോട് കേൾക്കും. ഡോസന്റെ അപ്പൻ ചെറുപ്പം മുതലേ അവനെ നല്ല പോലെ ഉപദ്രവിക്കാറുണ്ട്. അങ്ങനെ വന്ന പാടുകളാണ് ഇതെല്ലാം. ഒരു ദിവസം അമാൻഡ ഡോസനെ അവളുടെ പാരൻസിന് മുമ്പിൽ ഒരു പാർട്ടിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ശേഷം അവളുടെ അപ്പൻ ഡോസനെ തനിയെ കൂട്ടിക്കൊണ്ടുപോയി, ഇനി ഒരിക്കലും നീ അമാൻഡയെ കാണാൻ ശ്രമിക്കരുത്, നിനക്ക് എത്ര വേണമെങ്കിലും പൈസ ഞാൻ തരാം എന്ന് പറയും. പണത്തിന് വേണ്ടി ഞാൻ ഒരിക്കലും അവളെ സ്നേഹിച്ചിട്ടില്ല, അവളെ ഞാൻ വിട്ട് കളയൂല, കാരണം ഞാൻ അവളെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞ് അവൻ അവിടുന്ന് പോകും. അവൻ്റെ മുഖം ആകെ ഒരു മാതിരിയാകും. അവൻ അവിടുന്ന് വണ്ടിയെടുത്ത് ആരോടും ഒന്നും പറയാതെ പോകുന്നത് അമാൻഡയുടെ ശ്രദ്ധയിൽപ്പെടും. ഡോസന് എപ്പോഴും ഇരിക്കാറുള്ള വാട്ടർ ടാങ്കിൻ്റെ അവിടെ അവൻ പോയിരിക്കും. ഇപ്പോൾ അമാൻഡ അവിടേക്ക് എത്തും. ഡോസൻ, അപ്പ പറഞ്ഞതൊന്നും നീ കാര്യമാക്കണ്ട. ഇല്ല അമാൻഡ, നിന്റെ അപ്പ പറയുന്നതിലും കാര്യമുണ്ട്. നീ വലിയ വീട്ടിലെ കുട്ടിയാ, ഞാനോ എൻ്റെ കയ്യിൽ കാശുമില്ല, ഒന്നുമില്ല. നീ ഇത്ര കാലം ജീവിച്ച ആ ഒരു രീതിയിൽ ഒരു പക്ഷെ എന്നെ കൊണ്ട് തരാൻ സാധിക്കില്ല. നിന്റെ അപ്പൻ പറഞ്ഞ പോലെ മറ്റൊരാളെ, നിന്റെ സ്റ്റാറ്റസിന് ചേർന്ന ഒരാളെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കേ, നിനക്ക് നല്ലത് മാത്രമേ വരുള്ളൂ. ഡോസൻ, എനിക്ക് എല്ലാത്തിനേക്കാളും വലുത് നീയാണ്. നീ ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്? നീ തന്നെയല്ലേ പറഞ്ഞത് എപ്പോഴും നീ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന്? എന്നിട്ടെന്താ ഇപ്പം ഇങ്ങനെ പറയുന്നത്? എൻ്റെ അപ്പ പറഞ്ഞാലും നീ പറഞ്ഞാലും ശരി, നിന്നെ വിട്ട് ഞാൻ എവിടേക്കും പോകില്ല. അമാൻഡ പറഞ്ഞ വാക്ക് കേട്ട് ഹീറോയ്ക്ക് സങ്കടാകും. സോറി അമാൻഡ, ഇനി നിന്നെ വിട്ട് ഞാൻ എവിടെയും പോകില്ല. ആർക്കും നമ്മളെ പിരിക്കാൻ കഴിയില്ല. അവിടെ സീൻ കട്ട് ചെയ്താൽ ഡോസന്റെ ഫ്രണ്ട് ബോബി, അവൻ്റെ ഗേൾ ഫ്രണ്ട് ഏപ്രിൽ പ്രഗ്നൻ്റ് ആണ്. അവരുടെ കല്യാണം നടക്കാൻ പോകുക. ഹീറോ കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് ഇവരുടെ കൂടെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യും. കൂട്ടത്തിൽ നമ്മുടെ ടക്കും ഉണ്ട്. ശേഷം ഡോസനും ബോബിയും ഏപ്രിലും കൂടി കാറിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോകും. ഇന്നേരം ടക്ക് മാത്രമാണ് വീട്ടിലുള്ളത്. ഈ സമയം അവിടേക്ക് ഡോസിന്റെ അപ്പനും അയാളുടെ ഗഡികളും എത്തും. വന്ന പാടെ ടക്കിനെ നല്ല അടിയടിക്കും. ടക്കിന്റെ നെറ്റിയിൽ നിന്ന് ബ്ലഡ് വരാൻ തുടങ്ങി. ഇതോടെ നീ ഒതുങ്ങിക്കോ. ഇനിയും എനിക്കും ഡോസിനും ഇടയിലുള്ള പ്രശ്നത്തിൽ തലയിടാൻ നോക്കിയാൽ നിന്റെ കഥ ഞാനങ്ങ് കഴിക്കും. ഇത്രയും പറഞ്ഞ് അവർ അവിടെ നിന്ന് പോകും. ഡോസിനും ബോബിയും ഏപ്രിലും പോകുമ്പോൾ അവർ എന്തോ ഒരു സാധനം എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഉടനെ അവർ കാർ തിരിച്ച് വീട്ടിലേക്ക് വരും. അവർ വരുമ്പോൾ കാണുന്ന കാഴ്ച ടക്ക് ബോധമില്ലാതെ നെറ്റിയെല്ലാം പൊട്ടിക്കിടക്കുന്നതാ. വേഗം ആംബുലൻസിനെ കോൾ ചെയ്യും. ഡോസിനെ കാര്യം പിടികിട്ടും ഇതിൻ്റെ പിന്നിൽ തൻ്റെ അപ്പനും കൂട്ടരാണെന്നുള്ളത്. ഉടനെ ടക്കിൻ്റെ തോക്കെടുത്ത് അപ്പനെയും അപ്പൻ്റെ ടീമിൻ്റെയും കഥ കഴിക്കാൻ പോകുമ്പോൾ ബോബി അവനെ തടയും. വേണ്ട ഡോസൻ, വിട്ടുകളാ. പക്ഷെ ഡോസൻ ബോബി പറയുന്നത് കേൾക്കുന്ന ലക്ഷണമില്ല. അവസാനം ഡോസൻ്റെ കൂടെ ബോബിയും പോകാൻ തയ്യാറാകും. പാവം ഏപ്രിൽ, അവളാണെങ്കിൽ പ്രഗ്നൻ്റ് അല്ലേ. ബോബി, പോകാതെടാ, പ്ലീസ് ഡാ, എനിക്ക് പേടിയാകുന്നു. നീ പേടിക്കാതെ, അങ്കിളിൻ്റെ കൂടെ ഇരിക്കെ, ആംബുലൻസ് ഇപ്പോൾ വരും, ഞാൻ ഡോസിൻ്റെ കൂടെ പോയിട്ട് വരാം. അങ്ങനെ രണ്ടുപേരും അവിടെ എത്തിയ പാടെ ഡോസൻ അവൻ്റെ അപ്പനെ നേരെ തോക്ക് ചൂണ്ടി. നിങ്ങൾക്ക് എന്ത് വേണം? എനിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെയും എന്തിനാ എന്നെ ശല്യം ചെയ്ത്? അതോ, നീ എന്നും എൻ്റെ അടിമയാ. ഞാൻ പറയുന്ന അനുസരിച്ച് വേണം നീ ജീവിക്കാൻ. എൻ്റെയും നിൻ്റെയും ഇടയ്ക്ക് ആര് വന്നാലും അവരെല്ലാം ഞാൻ കൊല്ലും. നിന്റെ കൂടെ ഒരു പെണ്ണിപ്പോൾ ചുറ്റി നടക്കുന്നില്ലേ, വേണ്ടി വന്ന അവളെയും ഞാൻ കൊല്ലും. ഇതെല്ലാം കേട്ട് ഡോസന് ഭയങ്കര ദേഷ്യം വരും. അങ്ങനെ അപ്പനും മകനും തമ്മിൽ പൊരിഞ്ഞടി നടക്കും. ഒരു ഘട്ടത്തിൽ ഡോസന്റെ അപ്പൻ ഗണ്ണ് വെച്ച് മകനെ ഷൂട്ട് ചെയ്യാൻ നോക്കും. അപ്പോഴേക്കും അവൻ അത് തടയും. പക്ഷേ എന്നിരുന്നാലും തോക്കിൽ നിന്ന് വെടി പൊട്ടിയതും അത് നേരെ ബോബിയുടെ നെറ്റിയിൽ കൊള്ളും. ഓൺ ദ സ്പോട്ട് ബോബി മരിച്ചു വീഴും. അത് കണ്ട് ഡോസൻ ആകെ ഷോക്കാകും. ബോബി, കണ്ണു തുറക്കടാ, പ്ലീസ് ഡാ, ഞാനാടാ വിളിക്കുന്നത്. ബോബി പ്ലീസ് ഡാ, വാടാ, എഴുന്നേൽക്കടാ. അടുത്ത സീൻ ഇതിന് എല്ലാത്തിനും ശേഷം ഡോസൻ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങി. എല്ലാം അവനാലാണ് വന്നതെന്നും അവൻ മനസ്സിലുറപ്പിക്കും. ജയിൽ ശിക്ഷ അനുഭവിക്കാൻ അവൻ തയ്യാറാകും. അങ്ങനെയിരിക്കെ അവനെ കാണാൻ ടക്കെത്തും. ഡോസൻ, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. ഇതൊന്നും നിന്റെ തെറ്റല്ല. നീ കാരണമല്ല ഇത് സംഭവിച്ചത്. ഇതെല്ലാം ദൈവത്തിൻ്റെ തീരുമാനം. നിനക്കൊരു ലൈഫുണ്ട്. നിനക്ക് വേണ്ടി ഒരു പെണ്ണ് കാത്തിരിക്കുന്നുണ്ട്. അത് നീ മറക്കരുത്. നിന്റെ അപ്പൻ ഒരുപാട് ഇല്ലീഗലായിട്ടുള്ള വിഷയങ്ങൾ ചെയ്യുന്ന ആളാ. പോലീസിന് അവനെയാണ് വേണ്ടത്. നീ എത്രയും പെട്ടെന്ന് പോലീസിൻ്റെ അടുത്ത് അന്നുണ്ടായ സംഭവങ്ങൾ പറയും. പോലീസ് നിന്നെ സഹായിക്കും. അങ്ങനെ അവൻ അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും പോലീസിനോട് പറയും. ഉടനടി ഡോസിൻ്റെ അപ്പനെയും ടീമിനെയും അവർ അറസ്റ്റ് ചെയ്യും. കോർട്ടിൽ ഡോസിൻ്റെ അപ്പനെതിരെ അവൻ സംസാരിക്കും. അങ്ങനെ എല്ലാവർക്കും ശിക്ഷ ലഭിക്കും. കൂട്ടത്തിൽ ഡോസിനും 8 വർഷം ജയിൽ ശിക്ഷ ലഭിക്കും. ഡോസനെ കാണാൻ അമാൻഡ ജയിലിലേക്ക് വരും. ഡോസൻ, നിനക്ക് വേണ്ടി ഞാൻ ബുക്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. നിനക്ക് വേറെ എന്തെങ്കിലും വേണോ? അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൊണ്ടുവരാം. അമാൻഡ, എനിക്കൊന്നും വേണ്ട. അടുത്ത പ്രാവശ്യം നീ വരുമ്പോൾ എന്നെ കാണാൻ സാധിക്കില്ല. നീ എന്തീ പറയുന്നത് ഡോസൻ? അമാൻഡ, എനിക്ക് 8 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കണം. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലായോ? 8 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കണം. അതുകൊണ്ട് ഇനി നീ എന്നെ കാണാൻ വരരുത്. നമ്മൾ തമ്മിൽ കാണാതിരിക്കുന്നതാണ് നല്ലത്. ഡോസൻ, 8 വർഷമല്ല 80 വർഷം എടുത്താലും ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. വേണ്ട അമാൻഡ, വേണ്ട. എനിക്ക് വേണ്ടി ഒരാളെ ഇത്രയും വർഷം കാത്തിരിക്കാൻ വിടുന്നതിൽ എനിക്ക് താല്പര്യമില്ല. നീ പോയി സന്തോഷമായിട്ട് ജീവിക്കേ. എനിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട. ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നിന്നെയാണ്. മരണം വരെയും അതങ്ങനെ തന്നെയായിരിക്കും. ഇനി നീ ഈ ജയിലിൽ വന്നാലും നിന്നെ കാണാൻ ഞാൻ വരില്ല.
അമാൻഡ, ഐ ലവ് യു. ഡോസൻ പ്ലീസ്, മുൻപ് നീ സത്യം ചെയ്തെല്ലാം ഓർമ്മയുണ്ടോ? ഇപ്പോഴും നീ എൻ്റെ കൂടെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട്. പ്ലീസ് ഡോസൻ, എന്നോട് കാണാൻ വരണ്ടെന്ന് മാത്രം പറയാതെ പ്ലീസ്. ഇല്ല അമാൻഡ, ഐ എം സോറി. ഐ ലവ് യു അമാൻഡ, ഐ ലവ് യു സോ മച്ച്. ഗുഡ് ബൈ. ഡോസൻ പ്ലീസ്, ഡോസൻ പോകാതെ പ്ലീസ്, എന്നെ വിട്ട് പോകാതെ. പക്ഷെ അവൻ അതൊന്നും കേൾക്കില്ല. അടുത്ത ദിവസം ഡോസനെ കാണാൻ അമാൻഡ വരും. പക്ഷേ ഡോസൻ വരില്ല. ഒരു ദിവസം തന്നെ കാണാൻ ഡോസൻ വരുമെന്ന പ്രതീക്ഷിച്ച് അവൾ എല്ലാ ദിവസവും ജയിലിൽ വരും. ദിവസങ്ങൾ കടന്നുപോയി, മാസവും വർഷവും കടന്നുപോയി. ഡോസൻ അമാൻഡയെ കാണാൻ തയ്യാറായില്ല. അമാൻഡ ടക്കിനെ കണ്ട് അവളുടെ എല്ലാ സങ്കടങ്ങളും പറയും. അവൻ പറഞ്ഞാൽ ഞാൻ 100 വർഷം വേണമെങ്കിലും അവന് വേണ്ടി കാത്തിരിക്കും. അമാൻഡ അവളുടെ ജീവിതം തന്നെ വെറുത്തുപോയി. പതിയെ പതിയെ അവളുടെ വീട്ടുകാർ അവളുടെ മൈൻഡ് ചേഞ്ച് ചെയ്ത് ഫ്രാങ്ക് എന്ന ഒരാളെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കും. ഇവർക്ക് രണ്ടാൾക്കും ജെറാഡ് എന്ന ഒരു മകൻ ജനിക്കും. അമാൻഡ പതിയെ പതിയെ അവളെ പഴയ കാലം മറക്കും. 20 വർഷം കടന്നുപോയി. ഡോസൻ കപ്പലിലാണ് ജോലി ചെയ്യുന്നത്. ഒരിക്കൽ കപ്പലിന് തീപിടിക്കും. അതേസമയം അതിലുണ്ടായിരുന്ന കുറേ ആളുകളെ അവൻ രക്ഷിക്കും. അതേ നേരം അവിടെ ബ്ലാസ്റ്റായി അവൻ 100 അടി ഹൈറ്റിൽ നിന്ന് താഴെ വെള്ളത്തിലേക്ക് വീഴും. ഭാഗ്യത്തിന് അവന് അധികം പരിക്കൊന്നും പറ്റില്ല. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അവനൊരു ഫോൺ കോൾ വരും. സർ, നിങ്ങൾ ഡോസൻ തന്നെയല്ലേ? ഞാൻ ടക്കിൻ്റെ ലോയറാണ് സംസാരിക്കുന്നത്. ടക്ക് ഇന്നലെ രാത്രി മരണപ്പെട്ടു. നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് മേടിക്കാനായിട്ട് നിങ്ങളുടെ സൗകര്യപ്രകാരം ഒരു ദിവസം വായോ. അതുപോലെ അമാൻഡയെ വിളിച്ച് ടക്ക് മരിച്ചു പോയ കാര്യം അറിയിക്കും. അത് കേട്ട് അവൾ ഒരുപാട് കരയും. ഡോസൻ നേരെ ടക്കിൻ്റെ വീട്ടിലേക്ക് പോകും. ടക്കിൻ്റെ ഗാരേജിലുള്ള വണ്ടി റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അതേ നേരം അവിടേക്ക് അമാൻഡ എത്തും. 20 വർഷത്തിന് ശേഷം അമാൻഡയും ഡോസനും വീണ്ടും കണ്ടുമുട്ടും. അമാൻഡ, നിനക്ക് സുഖാണോ? ഡോസൻ, നിനക്ക് സുഖാണോ? എങ്ങനെ നീ ഇവിടേക്ക് വന്നത്? എനിക്ക് ലോയർ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. നാളെ അയാളെ മീറ്റ് ചെയ്യാൻ പോകണം. എന്നെയും ലോയറാണ് കാര്യങ്ങൾ അറിയിച്ചത്. നാളെ അദ്ദേഹത്തെ മീറ്റ് ചെയ്യാൻ എനിക്കും പോകണം. അങ്ങനെ 2 പേരും ഒരുമിച്ച് ലോയറെ മീറ്റ് ചെയ്യാൻ പോകും. നിങ്ങൾക്ക് 2 പേർക്കും തരാനായി അദ്ദേഹം ഓരോരോ ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. ദാ, പിന്നെ ഡോസൻ, നിനക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അവിടെ നിന്ന് എടുത്തോ. ശരി. ഇത്രയും പറഞ്ഞ് ലോയറിൻ്റെ അടുത്തുനിന്ന് 2 പേര് പുറത്തേക്ക് കിടക്കും. അമാൻഡ, നിന്റെ ലൈഫ് എങ്ങനെ പോകുന്നു? എൻ്റെ കല്യാണം കഴിഞ്ഞു. എനിക്ക് ജെറാഡ് എന്ന പയ്യനോട് ഇതിൽ കൂടുതൽ എന്നോടൊന്നും കേൾക്കണ്ട. എനിക്ക് നിൻ്റെ മേൽ അത്രയധികം ദേഷ്യമുണ്ടെന്ന് അവൾ പറയും. ശേഷം രണ്ടാളും അവരവരെ വഴിക്ക് പോകും. അമാൻഡ വീട്ടിലെത്തിയ പാടെ ലെറ്റർ തുറന്ന് വായിക്കും. അമാൻഡ, നീ ഈ ലെറ്റർ വായിക്കുമ്പോൾ ഞാൻ മരിച്ചിട്ടുണ്ടായിരിക്കും. ഡോസൻ നിന്നോട് ചെയ്ത് വലിയ തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ അവൻ്റെ സാഹചര്യമാണ് അവനെ കൊണ്ട് അതെല്ലാം ചെയ്യിപ്പിച്ചത്. നീ അവനോട് ക്ഷമിക്കേ. നിങ്ങൾ 2 പേരും സന്തോഷത്തോടെ ജീവിക്കേ. ഇതാണ് ടക്ക് അമാൻഡയ്ക്ക് എഴുതിയ ലെറ്ററിലുണ്ടായിരുന്നത്. ഡോസൻ ഇതുവരെയും ലെറ്റർ തുറന്നു വായിച്ചിട്ടില്ല. ഇപ്പോൾ അമാൻഡ ടക്കിൻ്റെ വീട്ടിലേക്ക് വരും. അമാൻഡയും ഡോസനും അവരവർക്ക് ആവശ്യമായ സാധനങ്ങൾ എടുക്കും. ശേഷം കഴിക്കാനുള്ള ഫുഡ് റെഡിയാക്കി 2 പേരും ടേബിളിൽ വന്നിരുന്നു. പറയൂ ഡോസൻ, നിന്റെ വൈഫ് എന്ത് പറയുന്നു? ഇവിടെ നിങ്ങൾ താമസിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഞാൻ ആരെയും കല്യാണം കഴിച്ചിട്ടില്ല. 20 വർഷം നിന്നെ ഓർത്തോർത്താണ് ഞാൻ ജീവിച്ചത്. നിന്റെ സ്ഥാനത്ത് വേറൊരു പെണ്ണിനെയും സങ്കല്പിക്കാൻ എനിക്ക് സാധിക്കില്ല. ഇത് കേട്ട് ദേഷ്യം വന്ന അമാൻഡ എഴുന്നേറ്റ് പോകും. ഡോസൻ വേഗം അമാൻഡയുടെ പിന്നാലെ പോയി അവളെ കൂളാക്കും. അടുത്ത ദിവസം രണ്ടാളും ടക്കിൻ്റെ ചിതാഭസ്മം അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ആ പൂന്തോട്ടത്തിൽ കാറ്റോട് കാറ്റായി ചേർത്ത് വയ്ക്കും. ഇന്നേ ദിവസം ഡോസൻ ഇതുവരെയും അവളെ ഹേർട്ട് ചെയ്തതിനെ സോറി പറയാൻ ട്രൈ ചെയ്യും. പക്ഷേ അവൾ അത് കാതിൽ കേൾക്കില്ല. ഡോസൻ സോറി പറയേണ്ട നേരെല്ലാം കടന്നുപോയി. നീ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ജീവിതകാലം മുഴുവൻ നിനക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നേനെ. പക്ഷെ നീ എന്നെ കാണാനും കൂടി കൂട്ടാക്കിയില്ല. നിന്നെ കാണാൻ 2 വർഷം എന്നും ഞാൻ ജയിലിൽ വന്നിരുന്നു. ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്തത് നീയാ. ഇനി എന്നോട് സോറി എന്നൊന്നും പറഞ്ഞ് വരാതെ. ഇനി എനിക്കും നിനക്കിടയിൽ യാതൊരു ബന്ധവുമില്ല. അമാൻഡ പ്ലീസ്, അങ്ങനെ പറയാതെ. അന്ന് ഞാൻ അത്രയധികം പ്രഷറിലായിരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചത്. എൻ്റെ സോറി നീ സ്വീകരിച്ചില്ലെങ്കിലും സാരമില്ല. നിനക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ഞാൻ ചെയ്യും. നീ സന്തോഷമായിട്ട് ഇരിക്കുന്ന പോലെ എന്തെങ്കിലും ഒന്ന്. ദൈവം അതിനുള്ള വഴി എനിക്ക് ഒരുക്കി തരും. അവിടെ 2 പേരും പിരിയും. ഡോസൻ ടക്കിൻ്റെ ഗാർഡനെല്ലാം വൃത്തിയാക്കി അവിടെ മുഴുവൻ ചെടി വച്ച് പിടിപ്പിക്കും. ടക്ക് ഇവൻ എഴുതിയ ലെറ്റർ ഇതുവരെ അവൻ വായിച്ചിട്ടില്ലോ. ഇപ്പോൾ അതെടുത്ത് വായിക്കാൻ ആരംഭിക്കും. ഡോസൻ, നിനക്ക് സുഖാണോ? അമാൻഡയെ നീ ഒത്തിരി ഹേർട്ട് ചെയ്തില്ലേ? അവൾ നിന്റെ മീതെ നല്ല ദേഷ്യത്തിലാണ്. എന്നിരുന്നാലും അവൾക്ക് നിന്റെ മേലുള്ള സ്നേഹം അതൊരു തുള്ളി പോലും കുറഞ്ഞിട്ടില്ല. നീ ജയിലിലായതിനു ശേഷം പിന്നീട് അവൾ സന്തോഷത്തോടെ ഞാൻ കണ്ടിട്ടില്ല. നീ അവൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്ക്. ഇനിയുള്ള കാലമെങ്കിലും നീ സന്തോഷമായിട്ട് ജീവിക്കേ. ഇതെല്ലാം വായിച്ചതിന് ശേഷം അവൻ ഒരു കാര്യം തീരുമാനിക്കും. ഈ നാട് വിട്ടു പോകണമെന്ന്. അതിനു മുമ്പ് ഡോസൻ അമാൻഡയ്ക്ക് ഒരു ലെറ്റർ എഴുതി അവിടെ വെക്കും. ഇവിടെ അമാൻഡ വീട്ടിലിരിക്കുമ്പോൾ അവൾക്കൊരു ഫോൺ കോൾ വരും. മകനൊരു ആക്സിഡൻറ്റ് പറ്റി, സീരിയസ് ആണ്, എത്രയും പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞ്. ഉടനടി അമാൻഡ ഹോസ്പിറ്റലിലേക്ക് ചെല്ലും. എന്തു പറ്റി ഡോക്ടർ? എന്താ എൻ്റെ മകന് സംഭവിച്ചത്? അമാൻഡ, ജെറാഡ് പോയിരുന്ന കാറ് മരത്തിലിടിച്ച് അപകടമുണ്ടായത്. അവൻ്റെ ഹാർട്ടിന് വല്ലാത്തൊരു മുറിവ സംഭവിച്ചിരിക്കുന്നത്. അത് നമുക്ക് സുഖപ്പെടുത്താൻ സാധിക്കില്ല. ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയാൽ മാത്രമേ ജെറാഡിനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ.
ഇത് കേട്ട് അമാൻഡയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഭാഗ്യത്തിന് അന്ന് നൈറ്റ് ജെറാഡിന് ഒരു ഹാർട്ട് ഡോണറെ കിട്ടി. അങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ഡോക്ടർ അവൻ്റെ ഓപ്പറേഷൻ നടത്തി. എല്ലാം ഭംഗിയായി നടന്ന സന്തോഷത്തിൽ ഹീറോയിൻ വരുമ്പോഴാണ് ഡോസൻ ഈ നാട് വിട്ടു പോകുമ്പോൾ ഡോസിൻ്റെ അപ്പനും കൂട്ടരും അവനെ വെടിവെച്ച് കൊന്നു എന്ന വാർത്ത അവൾ കേൾക്കുന്നത്. ഇത് കേട്ട് അവൾ പൊട്ടി പൊട്ടി കരയും. എത്ര ദേഷ്യമുണ്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ 10 ഇരട്ടി അവൾ അവനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡോസിൻ്റെ മരണാന്തര ചടങ്ങുകൾക്ക് അമാൻഡ പോകും. അവിടെ ചെല്ലുമ്പോഴാണ് മറ്റൊരു സത്യം അവൾ അറിയുന്നത്. ബോബി തന്നാലെയാണ് മരിച്ചതെന്ന കാരണം കൊണ്ട് ബോബി ഗേൾഫ്രണ്ട് ഏപ്രിൽ അവൾ അന്ന് പ്രഗ്നൻ്റ് ആയിരുന്നില്ലേ, അവൾക്ക് മാസം മാസം നല്ലൊരു എമൗണ്ട് ഡോസിന് അയച്ചു കൊടുക്കുമായിരുന്നു. ഇത്രയും നല്ലൊരു മനുഷ്യനാണല്ലോ മരിച്ചതെന്ന് പറഞ്ഞ് എല്ലാവരും പോകും. അവൾ ഇതെല്ലാം കേട്ട് ആകെ തകർന്നു പോയി. അങ്ങനെ ഒരു വർഷം കടന്നുപോയി. ഒരിക്കൽ അവൾക്കൊരു ഫോൺ കോൾ വരും. അത് ജെറാഡിൻ്റേതായിരുന്നു. അമ്മ, എനിക്കന്ന് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയില്ലേ, അത് ആരുടേതാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. അയാൾക്കൊരു 10-39 വയസ്സുണ്ട്. പേര് ഡോസൻ. അയാൾ മരിച്ചു പോയതിനു ശേഷം അയാളുടെ ഹൃദയമാണ് എനിക്ക് വെച്ചത്. അമ്മയ്ക്ക് ഡോസൻ അറിയോ? അമ്മാൻ്റെ ആകെ തരിച്ചുപോയി. അപ്പോൾ തൻ്റെ മകന് ഡോസിൻ്റെ ഹൃദയമാണ് വച്ചിരിക്കുന്നത്. ആ സമയം എന്ത് സംസാരിക്കണമെന്ന് അവൾക്കറിയില്ല. വേഗം ടക്കിൻ്റെ വീട്ടിലേക്ക് അവൾ പോകും. അവിടെ ഡോസൻ അമാൻഡയ്ക്ക് എഴുതിയ ലെറ്റർ ഇരിപ്പുണ്ട്. അമാൻഡ, നിനക്ക് എൻ്റെ മീതെ നല്ല ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഞാൻ നിന്നെ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. നീ എന്നെ കാണാൻ ഒരുപാട് തവണ ജയിലിൽ വന്നത് എനിക്കറിയാം. പക്ഷേ ഞാൻ നിന്നെ കാണാൻ കൂട്ടാക്കിയില്ല. എനിക്കറിയാം ഞാൻ ചെയ്ത് വലിയ മണ്ടത്തരമാണെന്ന്. പക്ഷേ എനിക്ക് നിന്നെ ഇത്ര കാലം കാത്തിരിക്കാൻ വിടാൻ താല്പര്യമുണ്ടായിരുന്നില്ല. ഇപ്പോൾ നിനക്കൊരു ഫാമിലി ഉണ്ട്. നീ സന്തോഷമായിട്ട് ജീവിക്കുന്നെന്ന് എനിക്കറിയാം. ആ സന്തോഷം നശിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. എന്നോട് ക്ഷമിക്കടി. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ദൈവം അതിനുള്ള സാഹചര്യം എനിക്ക് ഒരുക്കി തരും. അന്ന് നിനക്ക് വേണ്ടി ഞാൻ ആ കാര്യം സന്തോഷത്തോടെ ചെയ്യും. അതിനുവേണ്ടി എൻ്റെ ജീവൻ പോയാലും സാരമില്ല. നീ സന്തോഷമായിട്ടിരിക്കണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ ഇതുവരെ ചെയ്ത എല്ലാത്തിനും നിന്നോട് മാപ്പ് ചോദിക്കാം. എന്നോട് ക്ഷമിക്കടി. സോറി അമാൻഡ. അത് വായിച്ചു തീർത്തതിന് ശേഷം എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കി അവൾ ടെക്കിൻ്റെ ഗാർഡനിലൂടെ നടന്നു നീങ്ങി. അവിടെ നിറയെ പൂക്കൾ വിരിഞ്ഞു നിൽപ്പുണ്ട്. ഇതെല്ലാം ഒരു വർഷത്തിന് മുൻപ് ഡോസൻ ഗാർഡൻ വൃത്തിയാക്കി വച്ചു പിടിപ്പിച്ച ചെടികളാണ്. അവിടെയുള്ള ബെഞ്ചിൽ അമാൻഡ വന്നിരിക്കും. താനും ഡോസനും മാത്രമായി ഉണ്ടായിരുന്ന നല്ല നിമിഷങ്ങൾ അവൾ ഓർത്തുപോകും. ഈ ലോകത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ, നമ്മുടെ സന്തോഷത്തിലും സങ്കടത്തിലും കട്ടയ്ക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുണ്ടെങ്കിൽ, അതാണ് ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടിയ നിധി. ആ നിധിയെ ആർക്കും വിട്ടുകൊടുക്കാതെ, പൊടിയും അഴുക്കുമാകാതെ പൊന്നുപോലെ കൊണ്ടു നടന്നാൽ നിങ്ങളുടെ ജീവിതം തന്നെ കളർഫുള്ളാകും. ഹാപ്പി വാലന്റൈൻസ് ഡേ. ബൈ.